ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം യുഎൻ രക്ഷാസമിതിയിൽ പാസായി. വീറ്റോ ചെയ്യാതെ അമേരിക്ക വിട്ടുനിന്നു. അമേരിക്കയുടെ ഭീഷണി അവഗണിച്ചാണ് പ്രമേയം വീറ്റോ ചെയ്യാതെ വോട്ടിംഗിൽ നിന്ന് മാറി നിന്നത്. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, യുഎൻ രക്ഷാസമിതിയിൽ പ്രമേയം പാസായിരിക്കുകയാണ്. എത്രത്തോളം നിർണായകമാണിത്? അവിടുന്ന് തീർച്ചയായിട്ടും പിന്നിട്ട 170 ദിവസമായി തുടരുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വേട്ടയ്ക്കുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിടുതൽ ഉണ്ടാകാനുള്ള വലിയൊരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടത്. കാരണം നേരത്തെ പലതവണ കൊണ്ടുവന്ന പ്രമേയങ്ങളൊക്കെയും അമേരിക്ക വീറ്റോ ചെയ്തത് കാരണം പരാജയപ്പെടുകയായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും അവസാനം അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം റഷ്യയും ചൈനയും ചേർന്ന് പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടു. വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഗസ കടന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രക്ഷാസമിതി ഔദ്യോഗികമായിട്ട് ഇത്തരമൊരു പ്രമേയത്തിന് അനുമതി നൽകുന്നത്. അമേരിക്ക വിട്ടുനിന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ വളരെ കടുത്ത അസംതൃപ്തിയാണ് അമേരിക്കക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അമേരിക്കയിലേക്ക് പോകേണ്ടിയിരുന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ള സംഘത്തോട് യാത്ര റദ്ദാക്കാനാണ് ഇപ്പോൾ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വലിയൊരു രൂക്ഷമായിട്ടുള്ള ഭിന്നതയിലേക്ക് കൂടി ഈ ഒരു തീരുമാനം വഴിയൊരുക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത. പക്ഷേ ഈ പ്രമേയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ റമദാൻ മാസത്തിലുടനീളം ഒരു വെടിനിർത്തൽ വേണം. ഇരു കക്ഷികളും അത് അംഗീകരിക്കേണ്ടതുണ്ട്. ആക്രമണം നിർത്തണം, അതോടൊപ്പം തന്നെ ബന്ദികളെ പൂർണ്ണമായിട്ട് കൈമാറണം എന്നുകൂടിയാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് പ്രയോഗതലത്തിൽ കൊണ്ടുവരും എന്നത് ഇസ്രായേലിൻ്റെ നടപടിയെയും തീരുമാനത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അമൃത.